നമ്മുടെ രാജ്യത്തെ മിസൈൽ സാങ്കേതിക രംഗത്തേക്ക് സ്വകാര്യ കമ്പനികൾ കടന്നു വരുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്രമമില്ലാത്ത ദിനങ്ങളായിരിക്കും. കാരണം ഇതിനെയൊക്കെ എതിർക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ സ്വകാര്യ മേഖലയിലേക്ക് ഈ മിസൈൽ സാങ്കേതിക രംഗത്ത് അവർക്ക് കൂടിയുള്ള പ്രവേശനം അനുവദിക്കുന്നതിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അംഗീകാരം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഈ സ്വകാര്യ മേഖല പ്രതിരോധ രംഗത്തേക്ക് കടന്നു വരുന്നതിനെ വലിയ എതിർപ്പ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ അവർക്ക് വിശ്രമം ഉണ്ടാകില്ല. എന്തായാലും നമ്മുടെ രാജ്യത്തെ പ്രതിരോധ രംഗത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു ചുവടുവയ്പ്പാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വാർത്ത കാണാം. സാങ്കേതിക വിദ്യയും രാജ്യത്തെ സ്വകാര്യ മേഖലയ്ക്ക് പ്രാപ്യമാക്കുന്നതിനുള്ള സുപ്രധാന തീരുമാനമാണ് പ്രതിരോധ മന്ത്രാലയം കൈക്കൊണ്ടത്. എന്നാൽ ഈ തീരുമാനം ബ്രഹ്മോസ് മിസൈലുകൾക്ക് ബാധകമാകില്ല. DRDO വികസിപ്പിച്ച സാങ്കേതിക വിദ്യ സ്വകാര്യ മേഖലയ്ക്ക് ഉൽപാദനത്തിനായി കൈമാറും. ഇതിന് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയതോടെ രാജ്യത്തെ പ്രതിരോധ മേഖലയിൽ പുതുചരിത്രമാണ് പിറക്കുന്നത്. രാജ്യത്തിനകത്ത് തന്നെ മിസൈൽ സംവിധാനങ്ങളുടെ ഉൽപാദനം സാധ്യമാക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. യോഗ്യതയും അനുമതിയുമുള്ള നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ടെക്നോളജി ട്രാൻസ്ഫർ ലഭ്യമാകും. പ്രതിരോധ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കുന്ന നിർണായക തീരുമാനമെന്ന് സർക്കാർ ഈ നടപടിയെ വിശേഷിപ്പിച്ചു. പ്രതിരോധ മേഖലയിലെ ആത്മനിർഭർ ഭാരതിലെ നിർണായക ചുവടുവെപ്പാണിത്. ജനം, ഡൽഹി.